ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മടിയില്ലാതെ പഠിക്കാം. എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് മടി. മടി 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 നമ്മൾ എങ്ങോട്ടെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഇരിക്കും. അല്ലെങ്കിൽ ഒരു ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഷോർട്സ് അങ്ങോട്ട് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. പിന്നെ അതേന്ന് കണ്ണെടുക്കത്തില്ല, കൈയും എടുക്കത്തില്ല, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. പിന്നെ അമ്മയോ അച്ഛനോ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനം ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് അവരോട് ഭയങ്കര ദേഷ്യം. എന്തിനെൻ്റെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി? ഞാൻ ഇത്രയും നേരം പഠിച്ചത് അവരാരും കാണുന്നില്ല. പക്ഷേ ഫോൺ അങ്ങോട്ട് കയ്യിലോട്ട് എടുക്കുമ്പോൾ സമയമാകുമ്പോൾ എവിടുന്നെങ്കിലും പറഞ്ഞു വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ അനുഭവം? എനിക്കുണ്ട്. നമ്മൾ എത്ര നേരം ഇരുന്ന് പഠിച്ചാലും അവർ കാണത്തില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഫോൺ അങ്ങോട്ട് കയ്യിലോട്ട് എടുക്കുമ്പോൾ ശൂന്യതയിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. എനിക്ക് തോന്നുന്നു അമ്മമാരായിരിക്കും കൂടുതലും അതിൻ്റെ ആൾക്കാർ. ഇങ്ങോട്ട് ഓടി വരും, എന്നിട്ട് 2-3 ഡയലോഗ് ഉണ്ട്. 24 മണിക്കൂർ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കെ, പരീക്ഷയുടെ റിസൾട്ട് വരട്ടെ, ബാക്കി ഞാനപ്പോൾ പറയാം. 2-3 ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, കലാപരിപാടികളാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ മഴയല്ലേ, മടി കിട്ടുമല്ലോ, ഉറപ്പായിട്ടും മടിച്ചിരിക്കുവാണ്, പഠിക്കുന്നില്ല. പേരൻസിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പഠിത്തം കുറവാണ്. ഈ അടുപ്പിച്ച് 5-6 ദിവസമായിട്ട് അവധിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര മടി, പഠിക്കുന്നില്ല ശരിക്കും. അതെനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ പഠിക്കാമെന്ന് ഞാൻ തന്നെ ഒരു ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നു. അപ്പോൾ നാളെ എനിക്ക് എക്സാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾക്കും പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പലരുടെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. വഴക്കൊന്നും കേൾക്കുന്നുണ്ടായിരിക്കും, ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരിക്കും, ഫോൺ കൊണ്ടുപോയി പൂട്ടി വെക്കുന്നുണ്ടായിരിക്കും. എൻ്റെ ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഞാൻ തന്നെ കൊടുക്കും. എനിക്കിത് കേട്ട് മടുക്കുമ്പോൾ ഞാൻ തന്നെ കൊടുക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നത് പഠിക്കുന്ന സമയമാകുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. ഫോണാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ശത്രു എന്ന് പറയുന്നത്. ഫോൺ അടുത്തുണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷൻ ഓൺ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഫോൺ അടുത്തുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എടുത്ത് നോക്കും. അതുകൊണ്ട് ഞാൻ പഠിക്കാനിരിക്കുന്ന സമയമാകുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. എയ്റോപ്ലെയിൻ മോഡ് ഇട്ട് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല അത്ര എഫക്റ്റീവ് ആവുന്നു. അടുത്തുണ്ടെങ്കിൽ എടുക്കും. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഞാൻ അമ്മയെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ മുറിയിലോ ഷെൽഫിലോ എവിടെയെങ്കിലും കൊണ്ടുവെക്കും. നമുക്ക് 5 മിനിറ്റ് പോലും വേണ്ട, 2 മിനിറ്റ് കൂടുമ്പോൾ എടുക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരുമെങ്കിലും അത് എടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് സെറ്റ് ആയിക്കോളും. അതുകൊണ്ട് ഞാൻ പഠിച്ച ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്, ഫോൺ നമ്മൾ മാക്സിമം അകറ്റി നിർത്താൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്കതിനെ അങ്ങോട്ട് മാറ്റി നിർത്താൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. എല്ലാവർക്കും അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരുന്ന് പഠിക്കരുത്. എപ്പോഴും ചെയർ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉള്ള സ്ഥലത്ത് ഇരുന്ന് പഠിക്കുക. ബെഡിലൊന്നും ഇരുന്ന് മാക്സിമം പഠിക്കാതിരിക്കുക. കാരണം നമ്മൾ ബെഡിൽ ഇരുന്നിരുന്ന അവസാനം ഉറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ വരും. എനിക്ക് പലവട്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചെയറിലിരുന്ന് മാക്സിമം പഠിക്കുക. ഒരു സ്റ്റഡി ഏരിയ ഉണ്ടെങ്കിൽ അവിടെ തന്നെ എന്നും ഇരുന്ന് പഠിക്കുക കേട്ടോ. ഒരു പർട്ടിക്കുലർ സ്ഥലത്തിരുന്ന് എന്നും പഠിക്കുകയാണെങ്കിൽ നമ്മൾ അതുമായിട്ടങ്ങ് സെറ്റാവും. പിന്നെ നമുക്കതൊരു റൊട്ടീൻ പോലെ ആയി മാറും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറക്കം. നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കും പഠിക്കാനിരിക്കുമ്പോൾ നല്ല രീതിക്ക് ഉറക്കം വരും. പ്രത്യേകിച്ച് ബെഡിലാണെങ്കിൽ നമ്മൾ ഇരുന്നിരുന്ന് അങ്ങനെ ചെരിഞ്ഞിരിഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങാറാകുമ്പോഴത്തേക്ക് അമ്മയോ അച്ഛനോ ആരെങ്കിലും വന്ന് പറയും, ക്ഷീണമാണെങ്കിൽ കിടന്നുറങ്ങ് എന്ന് പറയും. പക്ഷേ നമുക്ക് ഉറങ്ങാൻ തോന്നത്തില്ല, കാരണം നമുക്ക് പഠിക്കാനുണ്ട്. നാളെ എന്തെങ്കിലും ടെസ്റ്റ് പേപ്പർ ഉള്ള ദിവസം മാത്രം ഇങ്ങനെ ശരിക്കും ഉറക്കം വരും. അപ്പോൾ ഉറങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭയങ്കര ഉറക്കം വരുവാണെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ, ഒരു പവർ നാപ്പ് എന്ന് പറയും, ഒരു അരമണിക്കൂർ ഉറങ്ങുക. എന്നിട്ട് അമ്മയോടോ അച്ഛനോട് പറയുക, വിളിക്കണം. അരമണിക്കൂർ കഴിയുമ്പോൾ കറക്റ്റായിട്ട് വിളിക്കാൻ പറയണം. ചിലർ വിളിക്കത്തില്ല, എന്നെ വീട്ടിൽ വിളിക്കത്തില്ല, എന്നെ ഇതുവരെ ഉറങ്ങിക്കോളാൻ പറയും. പക്ഷേ നമ്മുടെ മനസ്സിലത് രാവിലെ എണീക്കുമ്പോൾ പിന്നൊരു ഞെട്ടല, ഈശ്വരാ ഞാൻ പഠിച്ചില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അലാറം വെക്കുക. എന്നിട്ട് അച്ഛനോടോ അമ്മയോടോ എണ്ണിപ്പിക്കാൻ പറയണം. അങ്ങനെ ഒരു അരമണിക്കൂർ കിടന്നിട്ടൊന്ന് എണ്ണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് തോന്നും കേട്ടോ. പിന്നെ ഉറങ്ങരുത്. പിന്നെ മുഖമൊക്കെ കഴുകിയിട്ട് വേണം പഠിക്കാനിരിക്കാൻ. പിന്നെ വായിച്ച് പഠിക്കുന്ന ഇഷ്ടമല്ലാത്തവരുണ്ടായിരിക്കും. വായിച്ച് പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. +1 +2 നമ്മൾ ടെക്സ്റ്റ് ശരിക്കും വായിക്കണം. പക്ഷേ വായിച്ച് പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ക്ലാസ് കേട്ട് പഠിക്കുകയോ എഴുതി പഠിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത്, ഈ ഉറക്കം അല്ലെങ്കിൽ ഈ ലേസിനെസ് പഠിക്കുമ്പം ഇഷ്ടമില്ലായിരിക്കും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ലാസ് കേട്ടായിരിക്കും പലരും പഠിക്കുന്നത്. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആക്റ്റീവായിട്ടിരുന്ന് ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുക. നമ്മൾ സ്കൂളിലാണെങ്കിലും ശരിക്കും ഉറക്കം വരും ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ. അപ്പം നമുക്ക് ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തന്നെ പോയിന്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. ടെക്സ്റ്റിലാണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതിലൂടെ നമ്മളും അവരുടെ കൂടെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണ് അല്ലേ. ടീച്ചേഴ്സ് പറയുമ്പം നമ്മൾ ആ നോട്ട്സ് എഴുതിയെടുക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് അവിടെ ആക്റ്റീവാണ്, നമ്മളും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറക്കം പരമാവധി കുറയാനാണ് സാധ്യത.
പിന്നെ അതുപോലെ സ്കൂളിൽ പോകാത്തവരുണ്ടായിരിക്കും, സ്കൂളിൽ പോകാൻ മടിയുള്ളവരുണ്ടായിരിക്കും, സ്കൂളിൽ പോയ ഉറക്കം വരുമെന്ന് പറയുന്നവരുണ്ടായിരിക്കും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് സ്കൂളിലെ ക്ലാസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം സ്കൂളിലെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട്. അവർ ഇത്ര വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുന്നവരാണല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അപ്പോൾ ആ ടീച്ചേഴ്സ് പറയുന്ന ക്വസ്റ്റ്യൻസ് അവർ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ എഴുതിയെടുക്കുക. അതുപോലെ തന്നെ അത് അറ്റൻറ്റീവായിട്ട് ക്ലാസ്സിൽ ഇരുന്ന് കേട്ടേ പറ്റത്തുള്ളൂ. കാരണം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. പിന്നെ ഈ സ്കൂളിൽ പോകാതിരിക്കുമ്പോൾ ഈ ഒരു ദിവസം നമ്മൾ പോയില്ല, ഒരു ദിവസം മടി പിടിച്ച് അവധി എടുത്തു, പിറ്റേന്ന് ചെല്ലുമ്പോൾ നമുക്ക് ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. ഈ +2ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും +1ഉം +2 കണ്ടിന്യൂഷനുള്ള ചാപ്റ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അന്ന് പോയില്ലെങ്കിൽ നമുക്ക് പിറ്റേന്ന് ചെല്ലുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല കേൾക്കുമ്പോൾ. പിന്നെ അതുപോലെ എനിക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിപ്പിക്കുന്നതിനിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചത് ക്ലിയർ ചെയ്യാതെ എനിക്ക് അടുത്ത ടോപ്പിക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെയുള്ള ഒരു കുഴപ്പമുള്ളവരാണ് നിങ്ങളെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് മനസ്സിലാവത്തില്ല, അത് എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കും. അപ്പോൾ ബാക്കി വരുന്ന ടോപ്പിക്സ് ഒന്നും എനിക്ക് മനസ്സിലാവത്തില്ല, എനിക്ക് ശ്രദ്ധിക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് തന്നെ അങ്ങ് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങളും അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക. ഇല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു സംശയമായിട്ട് കിടക്കുകയും ചെയ്യും. നമുക്ക് പിന്നെ ജന്മം ചെയ്താൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുമില്ല വേറൊരു രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ടീച്ചേഴ്സ് വഴക്ക് പറയുന്ന പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ വഴക്ക് പറയത്തൊന്നുമില്ല. നിങ്ങൾ എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായത് ടീച്ചേഴ്സിന് നിങ്ങൾ പഠിക്കുന്നതാണ് ഇഷ്ടം. അതുപോലെ തന്നെ നിങ്ങൾ അവരോടൊക്കെ ഡൗട്ട് ചോദിക്കുന്ന വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് പോയി ചോദിക്കും. ഇപ്പോൾ ഫ്രണ്ട്സ് കളിയാക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ ചോദിക്കുന്ന തെറ്റായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കും. ഫ്രണ്ട്സ് കളിയാക്കുമോ എന്നുള്ള പേടി ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് പേഴ്സണലായിട്ട് ഇരിക്കുമ്പോൾ പോയി ചോദിക്കുക. ഇൻ്റർവെല്ലിനൊക്കെ ബ്രേക്കൊക്കെ കിട്ടുമ്പോൾ പോയി ചോദിക്കുക. എങ്ങനെയായാലും നിങ്ങളുടെ സംശയം അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതോറും അത് എപ്പോഴും ഒരു സംശയമായിട്ട് കിടക്കും. പിന്നെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പെന്ന് പറഞ്ഞാൽ, ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഉറച്ച് സംസാരിച്ച് പഠിക്കുക. ഇപ്പം കുട്ടികളെ പഠിപ്പിക്കുന്ന കൂട്ടൊക്കെ പഠിപ്പിക്കത്തില്ലേ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വൈറ്റ് ബോർഡോ ബ്ലാക്ക് ബോർഡോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിലൊക്കെ എഴുതി പഠിപ്പിക്കുക. എൻ്റെ വൈറ്റ് ബോർഡ് ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് മടി തോന്നുവാണെങ്കിൽ, അല്ലെ എനിക്ക് തീരെ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കണ്ണാടി നോക്കി അല്ലെങ്കിൽ ജസ്റ്റ് ഭിത്തിയിലോട്ടൊക്കെ നോക്കി എഴുതി ഇങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുക. അത് എഫക്റ്റീവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഇതൊക്കെ ട്രൈ ചെയ്തിട്ടും മടി മാറുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്താണ് അതിൻ്റെ കാര്യം എന്ന് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.